നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫും മുസ്ലിം ലീഗും എല്ലാ അർത്ഥത്തിലും തയ്യാറായി കഴിഞ്ഞുവെന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ. യു.ഡി.എഫിനെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും തയ്യാറായി കഴിഞ്ഞു. യു.ഡി.എഫും മുസ്ലിം ലീഗും സജ്ജമാണെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസം കാത്തിരുന്നാൽ മതിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യു.ഡി.എഫിൽ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനി വളരെ വേഗത്തിലാകുമെന്നും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. ലീഗും കോൺഗ്രസും തമ്മിലുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇന്നും നടന്നു. പാർട്ടി തലത്തിൽ കൂടിയാലോചന നടത്തിയതിനു ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ ധാരണ നാളെയാണെന്നാണ് സൂചന. പി.കെ. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലോ മലപ്പുറത്തോ മത്സരിക്കും. എം.കെ. മുനീർ കോഴിക്കോട് സൗത്തിലും കാസർഗോഡ് കെ.എം. ഷാജിയും മത്സരിച്ചേക്കും. പി.കെ. ബഷീറും എൻ. ഷംസുദ്ദീനും വീണ്ടും മത്സരിക്കും. 8 എം.എൽ.എമാർക്ക് സീറ്റ് കിട്ടിയേക്കില്ല. വനിതാ സ്ഥാനാർത്ഥിയായി കൂത്തുപറമ്പിൽ ജയന്തി രാജനോ ഫാത്തിമ തഹ്ലിയയ്ക്കാണോ സാധ്യത? പി.കെ. നവാസ്, ഫൈസൽ ബാബു, ടി.പി. അഷ്റഫ് അലി തുടങ്ങി യുവ നേതാക്കൾക്കും ഇടം കിട്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 നടക്കുമെന്നാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ 2.70 കോടി വോട്ടർമാരാണ് ഉള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഇതിൽ 4.24 ലക്ഷം പുതിയ വോട്ടർമാരാണ്. 100 വയസ്സിന് മുകളിലുള്ള 1571 വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. 30,471 പോളിംഗ് സ്റ്റേഷനുകളിലായി കേരളം വിധി നിർണയിക്കും. മെയ് 4-നാണ് ഫലപ്രഖ്യാപനം. കേരളം, പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ 140 സീറ്റുകളിലേക്കും പശ്ചിമ ബംഗാളിൽ 294, തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 സീറ്റുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPM രംഗത്ത് വന്നു. CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി M.V. ഗോവിന്ദനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 75 മണ്ഡലങ്ങളിൽ CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ബാക്കി മണ്ഡലങ്ങളിൽ പൊതു സ്വതന്ത്രർ ജനവിധി തേടും. 81 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ CPM പ്രഖ്യാപിച്ചു. കൊടുവള്ളി, കോട്ടയ്ക്കൽ, കൊണ്ടോട്ടി, തിരൂർ, പാലക്കാട് മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ അതിവേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച CPI മത്സരിക്കുന്ന 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് CPI പ്രഖ്യാപിച്ചത്. 2 ടേം വ്യവസ്ഥയിൽ മന്ത്രി കെ രാജന് ഇളവ് നൽകിയാണ് പ്രധാന ഇളവ്. മറ്റു 3 മന്ത്രിമാരും നിലവിലെ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്.